പുലിക്കളിയുടെ ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശൂർ നഗരത്തെ ആകെ പുലികൾ വളഞ്ഞിരിക്കുന്നു. പുലികളുടെ നിയന്ത്രണത്തിലാണ് തൃശൂർ നഗരമുള്ളത്. 500ഓളം പുലികളാണ് നഗരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. വിവിധ വർണ്ണ വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കാഴ്ച അതാണിപ്പോൾ നഗരത്തിലാകെ കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ സന്ധ്യയാകും തോറും കുറച്ചുകൂടി മനോഹാരിത നിറഞ്ഞ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. നിശ്ചല ദൃശ്യങ്ങളുമുണ്ട്, സന്ദേശം പകർന്നു നൽകുന്ന നിശ്ചല ദൃശ്യങ്ങൾ കൂടിയുണ്ട്. പല നിറത്തിലുള്ള പുലികൾ, കരിമ്പുലി, ഒപ്പം തന്നെ പിങ്ക് നിറത്തിലുള്ള പുലി, പച്ച, മഞ്ഞ, വിവിധ വർണ്ണങ്ങളിൽ ഉള്ള പുലികളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുള്ളിപ്പുലിയുണ്ട്, അങ്ങനെ മെറ്റാലിക് പുലിയൊക്കെ ഇത്തവണത്തെ പ്രത്യേകതയാണ് എന്നതുകൂടിയുണ്ട്. അങ്ങനെ നഗരത്തെ കീഴടക്കുന്ന പുലികൾ, ആവേശത്തിമിർപ്പിലാണ് നഗരം. ഇനിയിപ്പോൾ എല്ലാവരും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവരൊക്കെ ഇത് കാണാൻ, ഈ കാഴ്ചകൾ കാണുന്നതിനൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുട്ടിപ്പുലികളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. അവർ ചുവട് വെച്ച് നീങ്ങുന്ന കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. അതിനാണിപ്പോൾ തൃശ്ശൂർ നഗരം സാക്ഷ്യം വഹിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിശദാംശങ്ങളുമായുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ് ഇനി. ഹാഷ്മി, അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് മതിമറന്നിരിക്കുകയാണ്. ഇത്തവണത്തെ പുലിക്കളി ഏറ്റവും ഗംഭീരമാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതിലും വെച്ച് ഏറ്റവും ഗംഭീരം എന്നതാണ് മന്ത്രി കെ രാജൻ അല്പസമയം മുൻപ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. അതങ്ങനെ തന്നെയല്ലേ ഹാഷ്മി? ഒരു തർക്കമില്ല, അനുജാക്കാര്യത്തിൽ ഒരു തർക്കമില്ല. അടുത്ത കാലത്ത് നമ്മൾ കണ്ട പുലികളിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ പുലികളി ഈ പുലികളെന്ന് ഉറപ്പായും പറയാം. കാര്യം നമുക്കറിയാം, പോയ വർഷം വയനാട് ദുരന്തം ഉണ്ടാകുന്ന ദുരന്ത പശ്ചാത്തലത്തിൽ നമുക്കൊരു പുലികളി ആഘോഷിക്കാനുള്ള മാനസികാവസ്ഥ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ കേവലം ആചാരം എന്തുകൊണ്ട് എനിക്ക് അതങ്ങ് പോയി. ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി 9 ദേശങ്ങൾ, അത് വെറും 9 ദേശങ്ങളല്ല, ഓരോന്നും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട പുലികളെ ഇറക്കിക്കൊണ്ട് ഒന്നിനൊന്നും മെച്ചപ്പെട്ട നിശ്ചല ദൃശ്യങ്ങളെ കൊണ്ട് അങ്ങ് അർമാദിക്കുന്ന, അടിച്ചു പൊളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സീതാറാമിലിൻ്റെ ആ സംഘം വന്നു തുടങ്ങുന്നു. അവരുടെ നിശ്ചല ദൃശ്യം ആദ്യം കാണുന്നുണ്ട്. നേരത്തെ പോയതടക്കം ഇപ്പോൾ പോയ അടക്കം എല്ലാവിധം ഓരോരോ വ്യത്യസ്തമായ പുലികളെ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ പോയ ആ സംഘത്തിൻ്റെ ഊർജ്ജസ്വലമായ എന്താണ് ഈ പറയുന്ന കേവലം വ്യത്യസ്തമായ പുലികൾ എന്നതിനപ്പുറം ഊർജ്ജസ്വലമായ താളങ്ങൾ, ഊർജ്ജസ്വലമായ താളമേളങ്ങളോട് അതൊക്കെ മാർക്കിന് പങ്കുവഹിക്കുന്നതാണ്. അങ്ങനെ ആ ദേശം പോയി. ഇനി സീതാറാമിൽ ദേശമാണ്. ഇനിയിപ്പോൾ രാത്രി വൈകുന്നു, ആ വെളിച്ചം, ആ പകൽ വെളിച്ചം പതിയെ മായുന്നു. പകൽ വെളിച്ചം മായുമ്പോഴേക്കും വലിയ സർപ്രൈസുകളുണ്ട് എന്നാണ് അനുജ പറയുന്നത്. അത് ഏതൊക്കെയാണ് സർപ്രൈസുകൾ ഇപ്പോഴും നമുക്ക് പിടികിട്ടിയിട്ടില്ല. LED പുലി എന്ന് പറയുന്നത് അല്ലാതെ LED പുലി എങ്ങനെയാണ് എന്ന കാര്യം അറിയോ? LED പുലി എങ്ങനെ അറിയോ? കണ്ടിട്ടുണ്ട്. എങ്ങനെ സാധനം എന്താ LED വെച്ചിട്ട് തിളങ്ങിട്ടിരിക്കും. സാധനം പൊളിക്കും നല്ല രാത്രി നമ്മൾ കാണാനുള്ള എല്ലാവരും കാണാനാണ് രസമായിരിക്കും. സർപ്രൈസ് ഇനി ഉണ്ടെന്നാ പറയുന്നത്. ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവാറുണ്ട്. സൂപ്പറാവും. എന്തുകൊണ്ട് സർപ്രൈസ് മൊത്തം പുറത്തിറങ്ങിയോ? അതിപ്പോ കണ്ടുവരും, കണ്ട് തന്നെ അറിയേണ്ടി വരും. എന്നാ എടാ പുലിയെ കണ്ടോ? ഏത് പുലി ഇഷ്ടപ്പെട്ടെ? ഏത് പുലി ഇഷ്ടം? മഞ്ഞപ്പുലി, പച്ചപ്പുലി, ചുവന്നുപുലി, ഏത് പുലി ഇഷ്ടപ്പെട്ടെ? മഞ്ഞപ്പുലി. കറുത്തപുലി ഇഷ്ടപ്പെട്ടോ? കാരണം ഫ്ലൂറസെന്റ് പുലി, LED പുലിയൊക്കെ വരാൻ പോകുന്നു, തിളങ്ങുന്ന പുലിയൊക്കെ വരാൻ പോകുന്നുണ്ട്. എല്ലാ പുലിയും കാണണം കേട്ടോ. അടുത്ത പുലി ഇവിടെ അനുജ സീതാറാം മില്ലിന്റെ ആ സംഘം ദേശം മുന്നോട്ട് നീങ്ങുകയാണ്. അവിടെ വഴി വേണമെന്ന് പറയുകയാണ്. അപ്പോൾ മുന്നോട്ടൊക്കെ നീങ്ങുന്നു. അവിടെയും ആദ്യം ഒരു നിശ്ചല ദൃശ്യങ്ങളൊക്കെ പ്രധാനമായും ഉള്ളത് ഈ പറയുന്ന രീതിയിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണം ഏറ്റവും പ്രധാനമായി ഉണ്ട്. ഹലോ, പേരെന്തുവാ? പേര് പറയടാ. പുലികളെ കണ്ടോ? പുലികളെ ഇഷ്ടപ്പെട്ടോ? ഏത് പുലിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? മഞ്ഞപ്പുലിയാണോ, പച്ചപ്പുലിയാണോ, ചുവന്നുപുലിയാണോ ഇഷ്ടപ്പെട്ടത്? ചുവന്നുപുലിയാണോ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ ചുവന്നുപുലി ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞുപുലി ഇവിടെ ഉണ്ട്. പെർഫോമൻസ് ചാനൽ ചർച്ചയിലെല്ലാം പക്ഷേ വളരെ സജീവമായി നിങ്ങൾ തുടർന്നുമായ ഒക്കെ കൊണ്ട് ചാനൽ ത്രസിപ്പിക്കുന്ന ഒരു അവതാരമാണ് നിങ്ങൾ. ഓക്കെ. പുലികളെ പുലി അടിപൊളിയല്ലേ? പൂമ്പുലി അടിപൊളി. തൃശ്ശൂർ പുലികളാ. എന്താ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല പുലികളെയാ തോന്നുന്നു. ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഗംഭീര പുലികളെയാ തോന്നുന്നു അല്ലേ? പിന്നെ ഏറ്റവും ഗംഭീരമാണ്. ഇല്ലല്ലോ, നമ്മൾ ആദ്യം മുതലോട്ടിരിക്കില്ലേ? അയ്യന്ത് നമ്മൾ ശങ്കരങ്ങളെ പോയപ്പോ തൊട്ട് നിൽക്കുമല്ലേ? അയ്യന്തൊക്കെ സൂപ്പർ ഗംഭീരം, വരാൻ പോകുന്ന ഗംഭീരം അടിപൊളിയുണ്ട് അല്ലേ? പറഞ്ഞു ഇനി വരാനുള്ള സാധനം ഗംഭീരം അല്ലേ? പൊളിക്കും. അതെ. എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഉണ്ടായപ്പോ ഏറ്റവും നല്ല പുലികളി അല്ലേ? പിന്നെ പറയണ്ട, ഞാനിപ്പോ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും കാണുന്നത്. മുൻപ് കണ്ടിട്ടുള്ള, ചെറുപ്പത്തിലേക്ക് കണ്ടിട്ടുള്ള, ഇപ്രാവശ്യം തകർത്തു എന്ന് പറഞ്ഞാൽ 1.5 പുലിക്കളി തന്നെയാണിത്. ഇന്ന് ഇവിടുത്തെ MP ഇല്ല,
MP ഇല്ല. സുരേഷ് ഗോപി ഇവിടെ ഇല്ല. ഇല്ല. നാളെ മറ്റുള്ള ചാനലുകാരോ അല്ല മറ്റുള്ള ആളുകൾ പറയും ആൾ ഒളിച്ചോടിന്ന്. സുരേഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? അല്ല പറഞ്ഞിട്ടുണ്ടെന്നുള്ള സത്യം. എന്റെ നാട്ടുകാരനാണ് ഇവിടെ ഉള്ള ഒരു മുഴുവൻ. അതായത് സുരേഷ് നേരത്തെ അങ്ങനെ പറയട്ടെ ചേട്ടാ. സുരേഷ് BS സുനിൽകുമാർ, കെ രാജൻ, ബാലചന്ദ്രൻ, ഇതൊക്കെ അന്തികാട്ടാരാ. അന്തികാട്ടാരാണ് എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാരും അന്തികാട്ടാരാ. രാഷ്ട്രീയമൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമല്ല രാഷ്ട്രീയം വേണോ? പറഞ്ഞത്. നാളെ പറയരുത് അത്. രാഷ്ട്രീയം വേണോ? സുരേഷ് ഗോപി ഒളിച്ചോടി ഇത് രാഷ്ട്രീയം വേണോ? രാഷ്ട്രീയം വേണോ? വേണ്ട രാഷ്ട്രീയം വേണ്ട. ഓക്കെ അതാ ഫോട്ടോ. അപ്പൊ എന്താ പറയുക, ആരുണ്ടേലും ഇല്ലെങ്കിലും ഗംഭീര പുലികളാ. ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. പുലികളെ കാണാൻ വേണ്ടി പുലിക്കളി ആദ്യമായിട്ട് കാണാണ്. അല്ല പുലികളെ കാണാൻ വേണ്ടി ആരുണ്ടേ ഇല്ല? എന്താ പുലി പൊളിയല്ലേ? ഒരാളും ഇല്ല നമുക്ക്. അല്ല പുലി പൊളിക്കുമല്ലേ? ഉണ്ട് പുലിക്കളി. ഓക്കെ ആരുണ്ട്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.